എൻ്റെ വീഡിയോ 4, 3, 7 പേരാണ് കാണാറുള്ളത്. കാര്യം എൻ്റെ ചാനലിന് വരിക്കാർ ഒത്തിരി കുറവാണ്. സമൂഹത്തിൽ ആശങ്ക ഉളവാക്കുന്നതും അഴിമതിയും കൊലയും ഒക്കെ എനിക്ക് ആശങ്ക ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ 7 പേരുമായിട്ട് ചിലപ്പോൾ അതൊരു 5, 5, 10 പേരായിരിക്കും. അപ്പോൾ സന്തോഷം ഉണ്ടായിരിക്കും. അവരുമായിട്ട് എൻ്റെ ആശങ്കകൾ പങ്കുവെക്കാറുണ്ട്. ദിലീപിന്റെ പടത്തില് ഷാജോൺ ചെയ്യുന്ന പ്രവൃത്തി കൂട്ട് ടോയ്ലറ്റിൽ കയറി തെറി പിടിക്കുക എന്ന് പറഞ്ഞു കൂട്ട് ഞാൻ എൻ്റെ ആശങ്കകൾ പറയാറുണ്ട്. ഞാനൊരു ഡോക്ടറാണ്. അപ്പോൾ ഒരു മാസം മുമ്പ് ഒരു സംഭവം നടന്നായിരുന്നു. ആലപ്പുഴയിൽ നടന്ന സംഭവമാണ്. ഒരു സ്കാനിങ്ങിനെ അടിസ്ഥാനമാക്കി ഒരച്ഛനും അമ്മയ്ക്കും ഒരു കുട്ടി ജനിച്ചു. ജനിതക വൈകല്യമുള്ള കുട്ടിയായിരുന്നു. അവരെല്ലാ സ്കാനിങ്ങും അപ്പോൾ ചെയ്തതായിരുന്നു ഗർഭാവസ്ഥയിൽ. എന്നിരുന്നാലും ഈ ജനിതക വൈകല്യം കണ്ടെത്താൻ പറ്റിയില്ല, അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് ഗുരുതര ആരോപണമാണ്. നമുക്ക് ആ വാർത്ത ഒന്ന് കേട്ടു നോക്കാം. ആലപ്പുഴയിൽ വൈകല്യത്തോടെ കുട്ടി ജനിച്ചതിൽ സ്കാനിംഗ് സെന്ററിനെതിരെ നടപടി. 2 സ്കാനിംഗ് സെന്ററുകളുടെ ലൈസൻസ് റദ്ദാക്കി. വിശദാംശങ്ങളുമായി ജസ്റ്റിന തോമസ് ആണ് ചേരുന്നത്. ജസ്റ്റിന, ഗുരുതര വീഴ്ചയാണ് സ്കാനിംഗ് സെന്ററുകളുടെ ഭാഗത്തുനിന്നും ഉണ്ടായത്. എന്തൊക്കെയാണ് കണ്ടെത്തലുകൾ, നടപടിയുടെ കൂടുതൽ വിവരങ്ങൾ? അഞ്ജലി, ആലപ്പുഴയിൽ അപൂർവ വൈകല്യത്തോടെ കുഞ്ഞ് ജനിച്ച സംഭവത്തിൽ സ്കാനിംഗ് സെന്ററുകൾക്ക് ഗുരുതര പിഴവ് സംഭവിച്ചതായിട്ടാണ് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. 2 സ്കാനിംഗ് സെന്ററുകളാണ് പൂട്ടി ലൈസൻസും റദ്ദാക്കിയിരിക്കുന്നത്. ആലപ്പുഴ നഗരത്തിൽ പ്രവർത്തിക്കുന്ന മിഡാസ്, ശങ്കേഴ്സ് സ്കാനിംഗ് സെന്ററുകളാണ് പൂട്ടി സീൽ ചെയ്തത്. മാത്രമല്ല, ഈ പരിശോധന നടത്തിയപ്പോൾ ആരോഗ്യവകുപ്പിന്റെ തന്നെ പരിശോധനയിൽ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ ഈ സ്കാനിംഗ് സെന്ററുകളുടെ ഭാഗത്തുണ്ടായതായിട്ടും കണ്ടെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗറിന്റെയാണ്, ഒരു ജീവിതശൈലി വ്ളോഗറിന്റെ. പുള്ളിക്കാരത്തിന്റെ പേര് ഓസി ടോക്സ് എന്ന് പറയും. ഒരു പ്രമുഖ രാഷ്ട്രീയ നേതാവിന്റെ മകളാണ് പുള്ളിക്കാരത്തി. 3 മാസം ഗർഭിണിയാണ് പുള്ളിക്കാരത്തി. സ്കാനിങ്, അതായത് 3-ാം മാസത്തെ സ്കാനിങ്ങിന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ആ വീഡിയോ, ഈ സംഭവം അതിനകത്ത് അത് ശരിയാണോ തെറ്റാണോ എന്നത് നിങ്ങൾ കാണുന്ന 4-5 പേരാണെങ്കിലും കാണുന്നവരൊന്ന് വിലയിരുത്തണം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ 1994 പ്രീ കൺസെപ്ഷണൽ ആൻഡ് പ്രീ നേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ടായി. അതായത് ലിംഗനിർണയം പാടില്ല ഇന്ത്യയിലും. കാര്യം അതിനു മുമ്പ് ഇന്ത്യയിലെ പല ഭാഗത്തും ഈ ആൺകുട്ടികളെ മാത്രം എടുത്തുകൊണ്ട് ബാക്കി പെണ്ണാണെന്നറിഞ്ഞ് അബോർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി ലിംഗനിർണയം പാടില്ല ഒരു രീതിയിലും. അതിലേക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഒരു രീതിയിലും പാടില്ല. അങ്ങനെ ഉണ്ടായാൽ 3 വർഷം വരെ കഠിന തടവ് ഉണ്ടാകും എന്നുള്ള ഒരു നിയമം ഉണ്ട്. ആ നിയമം ഇരിക്കെ ഈ പുള്ളിക്കാരത്തിയുടെ ഒരു പ്രവൃത്തി ആ നിയമത്തിനെ ഒന്ന് ഡൈല്യൂട്ട് ചെയ്യുന്നതാണ്. നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. പുള്ളിക്കാരത്തിയുടെ ഇത് ഹാർട്ട് ബീറ്റ് കാണണോ? ഇത്രയാണ്. ഇത് 2 ലൈനായിട്ട് കാണുന്ന സ്പൈനാണ്. അത് നമുക്ക് റെയിൽവേ ട്രാക്ക് പോലെ അത് വന്നിട്ടുണ്ട്. ഇത് കാണുന്ന സ്പൈൻ നട്ടല്ലേ. ഇത് ഹാൻഡ്, ഇത് റിസ്റ്റ്, ഇത് ഫോറാം, അങ്ങനെ നോക്കിയോ. തല മൊത്തം ദേഹം പൊക്കി കാണിച്ചിരുന്ന മൂമെന്റ് ആണോ നമ്മൾ പറഞ്ഞത്? അനങ്ങാണ് കാണിച്ചിരുന്നത്. നേരത്തെ സമയത്താക്കി വന്നേ. ഇതാണ് നമ്മുടെ വെസ്റ്റേഷൻ സ്റ്റാക്ക് എന്നാണ് ഫോക്കസ് ചെയ്താണ് വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പോ ഒരു കാരണവശാലും അതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റിയ എക്സെപ്ഷൻ ഉണ്ട്. എക്സെപ്ഷൻ എന്ന് പറയുമ്പോൾ കോർട്ട് ഓർഡർ ആയിരിക്കാം, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ പർപ്പസിനായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഒരു പഠിപ്പിക്കുന്ന ഒരു മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം. ഇതൊരു രീതിയിലും ലിംഗനിർണയത്തിനെ സഹായിക്കുന്നതല്ലായിരിക്കണം. അതൊരിക്കലും അങ്ങനെ ഉണ്ടാകരുത്. ലിംഗനിർണയം ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകരുത്. പക്ഷേ ഈ കുട്ടിയുടെ ഗർഭം 3-ാം മാസം ആണ്. ലിംഗനിർണയത്തിനുള്ള ചാൻസ് വളരെയധികം കുറവാണെങ്കിൽ തന്നെയും ഈ ഒരു പ്രവൃത്തി ഈ ഒരു നിയമത്തിന് ഭയങ്കര ആയിട്ടുള്ളൊരു ഡൈലൂഷൻ അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയാണ് നടത്തിയത്. കാര്യം ആ കുട്ടിക്ക് ഒട്ടും തന്നെ വിവരമുണ്ടാകാൻ സാധ്യതയില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പ്രവൃത്തി ചെയ്യത്തില്ലായിരുന്നു. ആ വീഡിയോ ഞാനത് ഫെയ്ഡ് ആക്കിയതാണ്. നല്ലവണ്ണം ക്ലാരിറ്റി ആയിട്ട് അത് ചെയ്യുന്നുണ്ട്. ആ വീഡിയോ ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോ അതൊരിക്കലും അനുവദിച്ചുകൂടാ. അങ്ങനെ അനുവദിക്കുകയാണെങ്കിൽ ഈ നിയമം ഉണ്ടാകേണ്ട സാഹചര്യമില്ല. എന്നിട്ട് പുള്ളിക്കാരത്തിയുടെ ചാനൽ
അതായത് യൂട്യൂബ് ചാനലായിട്ടുള്ള OC ടോക്സിനകത്ത് പോസ്റ്റ് ചെയ്തിരിക്കുന്നു. തികച്ചും നിങ്ങൾ പറ, അതായത് ഈ കേൾക്കുന്ന 4-3 പേര് ആണെങ്കിൽ തന്നെ അവർ ചിന്തിക്കുക, ഇങ്ങനെ ഒരു നിയമമുണ്ട്, ഒരു രീതിയിലും വീഡിയോ പിടിക്കാനോ അല്ലെങ്കിൽ അതിന്റെ വീഡിയോ പിടിക്കേണ്ട എക്സെപ്ഷൻസ് ഉണ്ടോ, സാഹചര്യമില്ലാത്ത രീതിയിലും ലിംഗനിർണ്ണയത്തിലെ ഒരു രീതിയിലും സ്വാധീനിക്കാൻ ചാൻസ് ഇല്ലാത്ത രീതിയിലുമായിരിക്കണം വീഡിയോ പിടിക്കേണ്ടത്. ഈ കുട്ടി 3-ാം മാസത്തിലാണെങ്കിൽ തന്നെയും ഈ ഒരു പ്രവൃത്തി അതൊരിക്കലും ശരിയാണെന്ന് തോന്നുന്നില്ല. കാര്യം ഒരു മൊബൈലും അല്ലെങ്കിൽ ഒരു സെലിബ്രിറ്റി ആയിരിക്കും ആ കുട്ടി. ഞാൻ സാധാരണ ആ കുട്ടിയുടെ വീഡിയോ കാണാറില്ല. കാര്യം അത് ആസ്വദിക്കാനുള്ള ഒരു കഴിവ് എനിക്കുണ്ടാകാൻ ചാൻസ് ഇല്ല. കാര്യം പുള്ളിക്കാരത്തി ചെയ്യുന്നത് ലൈഫ് സ്റ്റൈൽ വ്ളോഗാണെന്ന് തോന്നുന്നു, ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ്. അപ്പോൾ അത് സന്തോഷം, അത് ഇൻട്രസ്റ്റ് ഉള്ള ഒരു സബ്ജക്റ്റ് അല്ല എനിക്ക്. എന്നിരുന്നാലും ഈ കുട്ടി ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്, നല്ല രീതിയിൽ ആൾക്കാർ അറിയുന്നതും നല്ല രീതിയിൽ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ കുട്ടി പറയുന്നുണ്ട്, ആദ്യം പോയപ്പോഴത്തേക്കിന് അവർ സമ്മതിച്ചില്ല, രണ്ടാമത് ചെന്നപ്പോൾ, അത് 3-ാം മാസം ചെന്നപ്പോൾ അവർ സമ്മതിച്ചു. അപ്പോൾ ആ കുട്ടിക്ക് വിവരമില്ലായ്മയിലല്ല പ്രധാനം, മാനേജ്മെന്റിന് ഉണ്ടായ ഒരു വീഴ്ചയാണ് അവിടെ പ്രധാനം. അവരാദ്യം സമ്മതിച്ചില്ല. അപ്പോൾ ഈ കുട്ടി ഇന്ന കുട്ടിയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അതവിടെ നടത്തി, അങ്ങനെ ഒരു പ്രസ്ഥാനം അല്ല ഒരു പരിപാടി നടത്തി. ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യമാണ്. കാര്യം ഒരിക്കലും അങ്ങനെ ചെയ്തുകൂടാ. സത്യം പറഞ്ഞാല് നമ്മളുടെ ഇപ്പോഴത്തെ ഒരു യൂട്യൂബ് മെന്റാലിറ്റി എന്ന് പറയുന്നത് എന്ത് മാർക്കുമാകാമെന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോയിരിക്കുകയാണ്. അതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ബോച്ചെ സാധാരണ ദൂരദർശനിലോ അല്ലെങ്കിൽ ഏഷ്യാനെറ്റിലോ അവിടെ ഇവിടെയൊന്നും വന്ന് ഈ പറയുന്ന വൃത്തികെട്ട് സംസാരിക്കാറില്ല. ഇതുപോലത്തെയുള്ള യൂട്യൂബ് ചാനൽസ് ഉണ്ട്. അങ്ങനെ ചാനലിന്റെ മുമ്പിൽ വന്നിട്ട് തോന്നുന്നത് പറയുക എന്ന് പറയുന്ന കൂട്ടൊരു പ്രവൃത്തിയാണ് ഈ കുട്ടി ചെയ്തിരിക്കുന്നത്. തികച്ചും ബോധമില്ലാത്ത ഒരു പ്രവൃത്തിയാണ് ചെയ്തിരിക്കുന്നത്. കാര്യം അങ്ങനെ ഒരു നിയമമുണ്ടെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, പ്രീ കൺസെപ്ഷൻ ആൻഡ് പ്രീനേറ്റൽ ഡയഗ്നോസ്റ്റിക് ടെക്നിക് ആക്ട് 1994. അപ്പോ അങ്ങനെ ഒരു സാഹചര്യം ഉള്ളപ്പോൾ ഈ കുട്ടി കാണിച്ചത് ഭയങ്കര ഒരു വീഴ്ചയാണ്. ഈ കുട്ടിയുടെ ഭാഗത്തല്ല തെറ്റ്, ആ ഒരു മാനേജ്മെന്റ് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഈ കുട്ടി ആ വീഡിയോ എടുത്ത് കുട്ടിയുടെ സാമൂഹ്യ മാധ്യമമായ അല്ലെങ്കിൽ ആ ഒരു ചാനലിന് വേണ്ടി പോസ്റ്റ് ചെയ്ത് അതിനകത്ത് കൃത്യമായിട്ട് ആ വീഡിയോ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ട്, ഫോക്കസ് ചെയ്യുന്നുണ്ട്. ഞാനത് ഗ്ലെയർ അടിച്ചതാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം ഇത് ഒരു സാധാരണ കാര്യമല്ല. ഇതുപോലെ തന്നെയാണ് പല യൂട്യൂബേഴ്സുമാരും. എന്താണ് നിയമം, എന്താണ് ശരി, എന്താണ് തെറ്റ്, എന്ത് ചെയ്തുകൂടാ, എന്ത് ചെയ്യാം, ഇതൊന്നും അറിയാൻ മേലാതെ ഒരു കമ്പും ആയിട്ട് അല്ലെങ്കിൽ ഒരു ക്യാമറയായിട്ട് അവര് ഇടിച്ചകത്ത് കയറുകയാണ്. ഇടിച്ചകത്ത് കയറി അവര് വീഡിയോ പിടിക്കുന്നു. ഇതൊന്നും ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ ഒരു നിർഭാഗ്യ കാര്യമാണത്. കാര്യം ഈ നമ്മുടെ ബോച്ചെ, അതായത് പേരിനെ ബോബി ചിമ്മണ്ണൂർ കാണിച്ച് വെറും പോക്കുത്തരമാണ്. പുള്ളി ഈ യൂട്യൂബ് ചാനൽസിന്റെ നടുക്ക് വന്നിരുന്ന് തോന്നുന്നത് പറയുക. അതുപോലെ തന്നെ ഒരു പ്രവൃത്തിയാണ് ഈ കുട്ടി ചെയ്തത്. ഈ OC ടോക്സ് എന്ന് പറയുന്ന ആ കുട്ടി ചെയ്തിരുന്നു. കാര്യം അങ്ങനെ ചെയ്തു കൂടാ എന്നുള്ളൊരു നിയമം ഇരിക്കെ, കാര്യം 3-ാം മാസമാണ്, സെക്സ് ഡിറ്റർമിനേഷൻ നടത്താനുള്ള ചാൻസ് കുറവാണ്. എന്നിരുന്നാലും ഇത് ചെയ്യാൻ പറ്റുമോ? അല്ല, നിങ്ങൾ പറ, നിങ്ങളുടെ അഭിപ്രായം പറ. ചെയ്യുന്നത് എന്നിട്ട് അത് പോസ്റ്റ് ചെയ്യുക സമൂഹ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ പുള്ളിക്കാരത്തിയുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുക, ഇതൊക്കെ ശരിയുള്ള നിലപാടാണോ? അത് ഈ കുട്ടി ഒന്ന് അറിഞ്ഞിരിക്കണം.